ഹലോ ഗായ്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ 2 പ്ലേസിലോട്ടാണ് കൊണ്ടുപോകുന്നത്. ഒന്ന് വന്നിട്ട് ആർട്ട് ഓഫ് ലിവിങ്, സെക്കൻഡ് വൺ പ്രാണി. നിങ്ങൾ ബാംഗ്ലൂരിൽ നിന്നൊരു ഡേ ഔട്ടിംഗ് ആണ് പ്ലാൻ ചെയ്യണമെങ്കിൽ ഇത് രണ്ടും ഒരു നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു സജഷൻ. ബിക്കോസ് നമ്മൾ രാവിലെ ഒരു 9 o'clock വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് നമ്മൾ ആർട്ട് ഓഫ് ലിവിങ് കയറി. ആർട്ട് ഓഫ് ലിവിങ്ങിൽ ഒരു റൗണ്ടൊക്കെ എടുത്തിട്ട് നമ്മൾ പിന്നെ പോയത് പ്രാണിയിലോട്ടാണ്. അപ്പോൾ പ്രാണിയിൽ അവിടെയും നമ്മൾ പെറ്റ് സാങ്ച്വറി വിസിറ്റ് ചെയ്തിട്ട് ഒരു വീട്ടിലൊരു 6 ആയപ്പോൾ നമ്മൾ വീട്ടിലെത്തി. നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ ആദ്യം പോയത് ആർട്ട് ഓഫ് ലിവിങ്ങിലായിരുന്നു. പിന്നെ നമ്മൾ പോയത് ഒരു സാറ്റർഡേ ആയിരുന്നു. അപ്പോൾ സ്കൂൾ സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടായിരുന്നു അവിടെ. സോ വാട്ട് ഈസ് ആർട്ട് ഓഫ് ലിവിങ്? ആർട്ട് ഓഫ് ലിവിങ് ഒരു എഡ്യൂക്കേഷണൽ നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷൻ ആണ്. ഈ ആർട്ട് ഓഫ് ലിവിങ്ങിൻ്റെ ഫൗണ്ടർ വന്നിട്ട് രവിശങ്കർ ആണ്. പിന്നെ ഇത് സ്ഥാപിച്ചത് 1981. ഈ ഒരു ഫൗണ്ടേഷൻ 180 കൺട്രീസിലാണ് ഉള്ളത്. പിന്നെ ഈ ലൊക്കേഷൻ കനക്പുര റോഡ്, ബാംഗ്ലൂരിലെ കനക്പുര റോഡ്, ഉദയ്പൂർ എന്ന് പറയും, ആ സ്ഥലത്താണ് ഉള്ളത്. ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സും ഇവിടെ തന്നെയാണ്, ബാംഗ്ലൂരിലാണ് ഹെഡ് ക്വാർട്ടേഴ്സും. നിങ്ങൾ നടന്ന് കാണുമ്പോൾ തന്നെ നല്ല കുറേ സ്റ്റോഴ്സ് കാണും. അവിടെ നല്ല ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള സാരീസ്, ജ്വല്ലറീസ് എല്ലാം ഉണ്ട്. സോ നിങ്ങൾ പതുക്കെ നടന്ന് ഓരോ സ്ഥലത്തും എക്സ്പ്ലോർ ചെയ്ത് പോകണം. ഇനി നിങ്ങൾ ആഫ്റ്റർനൂൺ ടൈമാണ് പോകുന്നുണ്ടെങ്കിൽ അവിടെ കുറച്ച് സണ്ണിയാണ്. പിന്നെ അവിടെ ഷട്ടിൽ സർവീസ് ഉണ്ട്. ആർട്ട് ഓഫ് ലിവിങ് ശരിക്കും ഒരു മെഡിക്കേഷൻ പ്ലേസാണ്. നിങ്ങൾ സ്ട്രെസ്സൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ അവിടെ പോകുമ്പോൾ നിങ്ങൾക്ക് ഇന്നർ പീസ് കിട്ടുമെന്നൊക്കെയാണ് പറയുന്നത്. സോ ഇറ്റ്സ് മോർ അബൌട്ട് ഡെഡിക്കേറ്റഡ് ടു ഫോസ്റ്ററിങ് ഇന്നർ പീസ്, പിന്നെ റെഡ്യൂസിങ് സ്ട്രെസ് ആൻഡ് പ്രൊമോട്ടിങ് സ്പിരിച്വൽ ഡെവലപ്മെൻറ്റ് ത്രൂ വെൽനസ് പ്രോഗ്രാംസ്. അങ്ങനെ ഒരുപാട് പ്രോഗ്രാംസ് അവിടെ ഉണ്ട്. സോ ഈ പ്രോഗ്രാംസ് ഒക്കെ അറ്റൻഡ് ചെയ്താൽ നിങ്ങൾക്ക് സെൽഫ് റിലീഫ് ഉണ്ടായിരിക്കും, സ്ട്രെസ് ഫ്രീ ആവും, സെൽഫ് ഡെവലപ്മെൻറ്റ്, അങ്ങനെ ഒരുപാട് കൈൻഡ് ഓഫ് കോഴ്സസ് അവർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഇത് ജസ്റ്റ് സ്റ്റുഡൻസിന് മാത്രമല്ല, ഫാക്കൽറ്റീസ്, ഗവൺമെൻറ് ഒഫീഷ്യൽസിനുണ്ടായിരിക്കും, ഫയർമാൻ, പിന്നെ വെറ്ററൻസ്, പിന്നെ പ്രിസണേഴ്സ്, എല്ലാവർക്കുമായിട്ടുള്ള ഒരു സ്ട്രെസ് എലിമിനേഷൻ സെൻറ്ററും കൂടെയാണ്. സോ ഇവർ കുറേ സോഷ്യൽ സർവീസസും ചെയ്തിട്ടുണ്ട്, ലൈക്ക് മിഷൻ ഗ്രീൻ എർത്ത്, വോളണ്ടറി ഫോർ ബെറ്റർ ഇന്ത്യ, അങ്ങനെ ഒരുപാട്. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഒരു 2 kilometers നടക്കുകയാണെങ്കിൽ അവിടെ ഒരു ശിവൻ്റെ ടെമ്പിളുണ്ട്. നോർമൽ ഒരു അവിടെ ഒരു ലിംഗയുടെ ഐഡൽ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ എവിടെ നോക്കിയാലും ഗ്രീനറിയാണ്. സോ ആ ഒരു അറ്റാച്ച്മെൻറ്റ് നേച്ചറായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഈ മെഡിറ്റേഷൻ ചെയ്യുന്ന ആൾക്കാർക്ക് ഇതൊരു ബെസ്റ്റ് പ്ലേസാണ്. നല്ല കാം ആൻഡ് ക്വയറ്റ് ആണ്, പീസ്ഫുൾ ആയിരിക്കും. പിന്നെ ഈ കാണുന്നതൊക്കെ ഹോസ്റ്റൽസാണ്. ഹോസ്റ്റൽസ് സ്റ്റേ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ 1 month സ്റ്റേയും നിങ്ങൾക്ക് കിട്ടും. സോ ഇൻ കേസ് നിങ്ങളിവിടെ വിസിറ്റ് ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഗൂഗിളിലൊന്ന് എൻക്വയർ വരിക. സോ ഐ ഹോപ്പ് യു വിൽ ലൈക്ക് ദിസ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, ഫോളോ. പിന്നെ ഞാൻ പെറ്റ് സാങ്ച്വറിയുടെ ബ്ലോഗ് നെക്സ്റ്റ് വീഡിയോയിൽ ഇടാം. ടിൽ ദെൻ ബൈ.